ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ രാവിലെ 5 മണിയായപ്പം എണീറ്റ് നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്, മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വന്നപ്പം അതിന് കുറച്ച് വെള്ളം മാറ്റി വെക്കുന്നുണ്ട്. ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി കുഴക്കാനുള്ള വെള്ളം അതിന് മാറ്റിങ്ങാണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് പൊടി നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫിയൊക്കെ ചപ്പാത്തി വലിയ ഇഷ്ടമല്ല കേട്ടോ. അതിക്ക് ഇനി കോഴിക്കറി ആണെങ്കിൽ കൂടി ഓള് തിന്നൂല. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പൂവട ഉണ്ടാക്കും. അതാകുമ്പം ഓല് തിന്നോളും. അപ്പോൾ ഞാൻ തേങ്ങയും പഞ്ചസാരയും ഒക്കെ കൂട്ടി കുഴച്ചുകൊണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ അത് ചപ്പാത്തിപ്പൊടി നല്ലോണം കുഴച്ചുങ്ങാണ്ട് ഓരോ ഉരുളകളാക്കിയാണ്ട് കയ്യേറ്റ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പഞ്ചസാരയും തേങ്ങയും മിക്സാക്കിയത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡും നല്ലോണം ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം പഞ്ചസാരക്ക് പകരം ഞാൻ അധികം ശർക്കരയാണ് കേട്ടോ ഉപയോഗിക്കൽ. ശർക്കര ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര ഇട്ടു. പിന്നെ ഏലക്കായ ഇടണമെങ്കിൽ ഏലക്കായ ഇടാം. ഏലക്കായൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ 2 സൈഡും പ്രസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ തുഞ്ചത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു പൂവടൻ്റെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതാ പൂവട ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് ചുട്ടെടുക്കണം. അപ്പോൾ 2 അടുപ്പും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളുള്ള ദിവസം അങ്ങനെയാണ്, 2 അടുപ്പും കത്തിക്കും. ഒന്നിൽ ചോറിനില്ല വെള്ളം വെക്കും ചോറ് വെക്കാൻ, പിന്നെ ഒന്നിൽ കടി ഉണ്ടാക്കും. അങ്ങനെ ഞാൻ അധികവും അടുപ്പത്ത് തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കൽ. പിന്നെ ഏതായാലും ചോറ് വെക്കാനും ഒക്കത്തിനും അടുപ്പ് കത്തിക്കണം. പിന്നെ അടുപ്പിന് തീയുണ്ടെങ്കിൽ പിന്നെ അപ്പം തന്നെ കറിക്കുള്ളതും ഒക്കെ അരിഞ്ഞാണ്ട് അടുപ്പത്ത് തന്നെ വെക്കും. അപ്പോൾ നമുക്ക് കുറേ ഗ്യാസും ലാഭിക്കാം. എന്നാലും ഗ്യാസും കത്തിക്കൂട്ടോ. ഈ 2 അടുപ്പും കത്തിക്കുന്ന സമയം കുട്ടികൾക്ക് സ്കൂൾക്ക് ഉപ്പേരി കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പേരിക്കുള്ളതും ഒക്കെ ഞാൻ ഗ്യാസുമ്പോൾ തന്നെ ഇട്ടുണ്ടാക്കുക. അപ്പോൾ അതാ ചപ്പാത്തി ചുടലും എല്ലാം കഴിഞ്ഞു. ഇനി കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പം ബീഫ് ഉണ്ടായിന് കേട്ടോ. തലേ ദിവസത്തെ ബീഫ് വെച്ചിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ഇനിയിപ്പോൾ രാവിലെ എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ കുറച്ച് ബീഫ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ഓൽക്കത് നല്ലോണം ഒന്ന് മസാല ഒക്കെ ഇട്ടുങ്ങാണ്ട് നല്ല മുരിച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് കുറച്ച് കുരുമുളകും അതേമാതിരി ബിരിയാണി മസാല അല്ലേ, ബിരിയാണി മസാല പൊടിച്ചത് അതും ഒരിത്തിരി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണി മസാല ഇട്ടുകാണ്ട് നമ്മൾ ഈ തൂമിക്കുന്ന സമയത്ത് കുരുമുളകും ബിരിയാണി മസാല ഇട്ട് നോക്കുകൊണ്ടു നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവുമാണ്. അപ്പോൾ ബീഫ് നല്ലോണം ഒന്ന് ആയി വരട്ടെ. പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയിട്ട് തന്നെ ചോറായിട്ടുണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളത് ഏകദേശം ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ചപ്പാത്തിയും അതിലേക്ക് ഞാൻ ഒരു ഉരുളൻകിഴങ്ങും തക്കാളിയും സവോളയും ഒക്കെ ഇട്ടുങ്ങാണ്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കറി തന്നെയാണ്. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ ചിക്കൻ മസാലയും ഒക്കെ ഇട്ടുങ്ങാണ്ട് ഒരു കറിയാണ് കേട്ടോ, ഒരു മുളകും കറി.
അപ്പോൾ അതൊക്കെ കൂട്ടി ഇനി ചായ കുടിക്കട്ടെ. അപ്പോൾ അതാ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മമ്പയർ രാവിലെ എണീറ്റ് ഉടനെ തന്നെ കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ടുണ്ടേനി. പിന്നെ കുറച്ച് ഉണക്കമീനില്ലേ അതും കൂടി വെള്ളത്തിൽ മുറിച്ചുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും ബീഫാണല്ലോ. അപ്പം പെരുന്നാളിൻ്റെ ബീഫ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു ഇത്തിരിയും കൂടി ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ബീഫ് തിന്ന് മടുത്തപ്പം ഉണക്കമീൻ കണ്ടപ്പോൾ തിന്നാനൊരു പൂതി. അപ്പോൾ അതങ്ങനെ മുറിച്ചുങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ്. മമ്പയറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേവാനുള്ള വെള്ളവും ചേർത്തുങ്ങാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ടേ പെട്ടെന്ന് വെന്ത് കിട്ടും, കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പം മമ്പയർക്ക് ഞാൻ കറുത്തിയും കൂടി ഇട്ടുകൊണ്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ കറുത്ത കറിക്കാനും വേണ്ടി പറമ്പൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു കോലും കൊണ്ട് പോയതാണ്. അപ്പോൾ കോലും കൊണ്ട് പോയപ്പം കോലിൻ്റെ ആവശ്യം വന്നില്ല, കയ്യേറ്റ് തന്നെ കൈ എത്തണോട് തന്നെ ഉണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കറുത്തയാണ് പറിച്ചത്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതാക്കി ഒന്ന് അരിയട്ടെ. അപ്പോൾ ഇതാ മമ്പയർ ഒരു പകുതി വേവായപ്പം കറുത്ത ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ വെന്ത് വരുമ്പോഴത്തിന് നമുക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം പറമ്പിൽ നിന്ന് തന്നെ കുറച്ച് മുരിങ്ങയും പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഊരിയെടുക്കട്ടെ. മുരിങ്ങ താളിക്കാന്നാണ് കേട്ടോ വിചാരിക്കണത്. മുരിങ്ങ ഊരി വന്നപ്പം കുറച്ച് അധികമായ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കുറച്ചേ ഉള്ളൂ, അത് ഞാനൊരു കവറിലാക്കി കണ്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ പരിപ്പും കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പം അയക്കിടാലോ, വെറുതെ കളയണ്ടല്ലോ. മുരിങ്ങ നമുക്ക് ഇവിടെ വലിയ പഞ്ചല്ലാതെ കിട്ടും, പക്ഷേ കിട്ടാത്തവരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. നമ്മളിവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ടുപോകലുണ്ട് മുരിങ്ങ. ഇനിയിപ്പോൾ മമ്പയർക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പം കടുക് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ട് അയിക്കൊഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചട്ടി കണ്ടിട്ട് ചട്ടി മാറ്റാനായിട്ടില്ലേന്ന് ചോദിക്കരുത്. ചട്ടി മാറ്റാനായിട്ടൊന്നുമില്ല, എനിക്കിഷ്ടമുള്ളൊരു ചട്ടിയാണിത്. നല്ല സുഖമാണ് കേട്ടോ അതിൽ മീൻ പൊരിക്കാനും അങ്ങനെ വറവിടാനൊക്കെ. അപ്പോൾ ഞാനത് ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഉണക്കമീൻ വെള്ളത്തിലിട്ടിട്ടില്ലേനോ, അപ്പം അത് നല്ലോണം കഴുകിക്കാണ്ട് മുളക് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുക. മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടേ അതിനൊരു 2 കഷ്ണം മീൻ മാറ്റി വെക്കാം കേട്ടോ. അത് നല്ലോണം ഒന്ന് വറുക്കുക, നല്ല മൊരിച്ച് വറുത്തിട്ട് അതായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിക്ക് ഒരു 10-11
ചെറിയുള്ളില്ലേ അത് തൊലി കളഞ്ഞതും, പിന്നെ കുറച്ച് വാളംപുളി അതും, അതേപോലെ കാന്താരിമുളകില്ലേ കാന്താരിമുളകു് നിങ്ങളെ എരിവിന് കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. എൻ്റെ കയ്യിലിപ്പം കുറച്ച് കാന്താരിമുളകേ കിട്ടിയിട്ടുള്ളൂ. നമ്മളെ പറമ്പിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. അപ്പം പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ പച്ചമുളക് ഉണ്ടേനി അതും, അതേപോലെ ഉണക്കമീൻ 2 എണ്ണം, പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും ഇനി അരയണില്ല എന്നുണ്ടെങ്കിൽ ഒരിത്തിരി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം വെള്ളമാക്കരുത്. നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് അരച്ചു കൊടുക്കുക. ഉപ്പ് അരക്കുമ്പോൾ തന്നെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, ഞാനിടാൻ മറന്നുപോയി. അപ്പം അരച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇത്തിരിയും കൂടി വെളിച്ചെണ്ണ കുറച്ചും കൂടി ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടി, നല്ല രസമാണ്. നമുക്ക് ചോറിനൊക്കെ ഇപ്പോൾ അച്ചാറിനൊക്കെ പകരമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൂട്ടുമല്ലോ, അച്ചാറൊക്കെ നമ്മൾ കൂട്ടുമല്ലോ, അതിന് പകരമായിട്ട് ഈ ചമ്മന്തി കൂട്ടുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പം 2 ദിവസത്തിനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ തീർന്നു കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കേടൊന്നും വരില്ല. അപ്പോൾ ഇതാ ചമ്മന്തിയൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങയൊക്കെ ഊരി വെച്ചിട്ടുണ്ടേനല്ലോ, അപ്പോൾ ഇനി അതൊന്ന് താളിച്ചെടുക്കുക. അപ്പം ചൂടായ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയുള്ളി ഇല്ലേ അതും ഇട്ട് കൊടുത്തിട്ട്, ചെറിയുള്ളി ഞാൻ ഒന്നും കണ്ട് മൂത്തിട്ടാണ് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മുളക് കാറിങ്ങോണ്ടേക്കാരം, നമ്മൾ ഈ ഗ്യാസുമ്മൽ ഉണ്ടാക്കുമ്പോൾ അധികം ഒരു കാറലാണല്ലോ. അപ്പം പച്ചമുളക് ഒരു 3 എണ്ണം അരിഞ്ഞാണ്ട് അതിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഉപ്പിട്ടിട്ട് പിന്നെ അത് തിളച്ച് വന്നപ്പം മുരിങ്ങ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതി, നല്ലോണം ഇതാവണ്ട. കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് മൂടി വെച്ചാൽ മതി, അങ്ങനെയാണ് കിടന്ന് വെന്തോളും. അപ്പം അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം മുരിങ്ങയും അതേപോലെ മുരിങ്ങാത്താളിപ്പും ഉണക്കമീനൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പോൾ തിരുമ്പി കുളിക്കാൻ പോവുകയാണ് കേട്ടോ. തിരുമ്പാനുള്ളതൊക്കെ ഞാൻ പെരിയിൽ നിന്ന് തന്നെ തിരുമ്പി. പൊയ്യിൽ ചെറിയ കല്ലാണ്, അപ്പം ചെറിയ കല്ലാവുമ്പോൾ ബുദ്ധിമുട്ടാണ് അതിന്മേൽ തിരുമ്പാൻ. നമുക്ക് കുറേ തിരുമ്പാൻ ഉണ്ടാകുമ്പോഴേ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തിരുമ്പിങ്ങാണ്ട് പൊയ്ക്ക് അങ്ങനെ കുളിക്കാൻ വരലാണ്. പൊയ്യിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഴ കുറഞ്ഞില്ലേ, കുറച്ച് ദിവസം ഒരു 5-6 ദിവസം മഴ ഇല്ലേനല്ലോ, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഇല്ലേനോ. അപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് നല്ല മഴ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ അധികം മഴയൊന്നുമില്ല. ഇന്നിപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വെള്ളം കൂടും. അപ്പോൾ കുളി നനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നിസ്കാരവും കഴിഞ്ഞ് ഇനിയിപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചോറ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ എടുത്ത് പുഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് അല്ലേ കുളിക്കാൻ. പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ മതി. വെള്ളം കുറവാകണം, കൂടുതലാകുമ്പോൾ പോകാൻ പറ്റൂല കേട്ടോ. അപ്പോൾ പേടിയാണ്, ഒലിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ചോറ് കഴിക്കട്ടെ കേട്ടോ. ഇനി മുരിങ്ങാത്താളിപ്പും ചമ്മന്തിയും പിന്നെ മമ്പയറും കറൂത്തിയും തോരൻ വെച്ചതും ഉണക്കമീനും ഒക്കെ കൂട്ടി നല്ലൊന്ന് ചോറ് കഴിക്കട്ടെ. ഇന്നിപ്പോൾ നമുക്ക് നമ്മളെ പറമ്പിൽ തൊഴിലുറപ്പ് പണിക്കാരുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഓൽക്ക് ചായ പിന്നെ അവിടെ എടുത്ത് ചേച്ചീൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. നമ്മൾ കടി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടേനി, എന്നാലും 3 ദിവസത്തെ പണി ഉണ്ടേനി. അപ്പോൾ ഒന്ന് ലാസ്റ്റ് പണിയാണ്. അപ്പം 2 ദിവസം നമ്മൾ ചായക്ക് കടിയൊക്കെ കൊടുത്തേനി കേട്ടോ. അപ്പോൾ ഇന്നും വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പം എന്നാലും നമ്മളൊരു സന്തോഷത്തിന് കടി കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ.
ഏതായാലും ലാസ്റ്റല്ലേ, അപ്പോൾ കടിയൊക്കെ കൊണ്ടു കൊടുക്കട്ടെ വിചാരിച്ചാണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ നല്ല വൃത്തിയിൽ പണി എടുത്തിക്കണം കേട്ടോ. നല്ല വൃത്തിയാണ് ഓല് പണിയെടുത്താൽ. നമ്മൾ ഈ തെങ്ങ് തടം തുറക്കാനും ഒക്കെ നല്ല ഉഷാറായിങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പറമ്പ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പുല്ലൊന്നും ഒരു തുള്ളി പോലും ഇല്ല. ഇതേപോലെ ഒന്നും ഉണ്ടാവണല്ലേ. അപ്പം നല്ല രസമാണല്ലേ കാണാൻ. കവുങ്ങിനും ഒക്കത്തിനും തടം തുറന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ പറമ്പും അതേപോലെ പുഴയും ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എല്ലാവരും പറയലുണ്ട് നല്ല ഭംഗിയാണ് നിങ്ങളെ അവിടെ കാണാൻ, എവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഈ പുഴ കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വന്ന് കുളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മളവിടെ വീട്ടിലേക്ക് വരാൻ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇങ്ങനെ പുഴ അടുത്തുള്ളത് കൊണ്ട് ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനും ഒക്കെ അങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.